ഈ പാർട്ട് 2 വീഡിയോ പുട്ടൗട്ട് ചെയ്ത സമയത്ത് അൻവിനും അൻവിന്റെ കുട്ടി പട്ടാളങ്ങളും കൂടെ എന്റെ കമന്റ് ബോക്സിനകത്ത് സ്പാം കമന്റ്സ് ഇട്ട് തുടങ്ങി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. സ്പാം കമന്റ്സ് ഇട്ട് തുടങ്ങി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാം കമന്റ്സ് വെച്ചിട്ട് ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാനോ എന്റെ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യാനോ പറ്റും. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ നിന്നെ മടക്കി ഒടിച്ച് ചീട്ടി കൂട്ടും ഞാൻ. അതുകൊണ്ട് ഞാൻ എന്റെ കമന്റ് ബോക്സ് ഓഫായി. ഈ കമന്റ് ബോക്സ് ഓഫായെന്ന് വിചാരിക്കവേ എന്റെ അക്കൗണ്ട് പൊട്ടിപ്പോകുമെന്ന് വിചാരിക്കവേ ഞാൻ ഒരു കാര്യം എല്ലാവരുടെയും വാഗ്ദാനം ചെയ്യാം. ആ തലതിരിഞ്ഞവനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പെട്ടി പൂട്ടും. എന്ത് പറ്റി അണ്ണന്റെ പെട്ടി അവൻ പൂട്ടിയാ? അതുകൊണ്ട് എന്നെ കൊന്നാലോ എന്റെ വോയിസ് നിർത്തിക്കഴിഞ്ഞാലോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം സ്നേഹം മാത്രമേ പരക്കത്തുള്ളൂ. കുറച്ചു പേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. കെയർ ഹോംസിലോട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 10,000 പൗണ്ട് അഥവാ 10 ലക്ഷം രൂപയാണ് അൻവിൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. നീ എന്നെ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് ദാരിദ്ര്യം വന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ എങ്ങനെ ചെയ്യും? ഫോട്ടോസ്പാ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അൻവിന്റെ പല ബ്രാഞ്ചുകൾ പല സ്ഥലത്തുള്ള കമ്പനി. ആ കമ്പനിയുടെ പബ്ലിക് ഡോക്യുമെന്റിലെ സ്റ്റാഫിന്റെ എണ്ണം ഇത്രയാണ്. അൻവിൻ ഡിഫമേഷൻ കേസുമായിട്ട് വരണ്ട, ഇത് പബ്ലിക് റെക്കോർഡാണ്. പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. ഒരു കാറും കുറച്ച് സോപ്പും പതയും വെള്ളവും കൊടുത്തിട്ട് അൻവിൻ എത്ര രൂപയാണെന്നറിയോ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യുന്നത്? 20,000 പൗണ്ട് അഥവാ 20 ലക്ഷം രൂപ. സ്കാം അക്യൂസേഷൻ. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. അൻവിൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഇടയ്ക്ക് ഒരു ഗിവ് അവേ നടത്തിയായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും 20 പേരെ ഞാൻ എടുക്കും. ഞാൻ പറയുന്ന ലൊക്കേഷനിലോട്ട് വരിക. നിങ്ങൾ ഒരു ബ്ലൂ മിനി കൂപ്പർ. എല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ആ വീഡിയോയുടെ വൺ ഓഫ് ദ വിന്നർ ഈ പറയുന്ന വ്യക്തിയായിരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാം. ഇത്രയും ദിവസം ഞാൻ വീഡിയോയുടെ ആയിരിക്കാനുള്ള മെയിൻ റീസൺ ഇതായിരുന്നു. ഹായ്, മൈ നെയിം ഈസ് സുജിൽ ഷാനി. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. എനിക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ പറഞ്ഞു. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു ഉയരുന്നില്ല എന്ന് ഞാൻ പറയും. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.